എന്റെ അച്ഛനാണോ ഈ പ്രായത്തിൽ ആടണത്? ആ കൊച്ചിനെ കയറ്റിയിരുത്തിട്ട് ആട്ടച്ച. ഓണത്തിന് ഊഞ്ഞാലാടെന്ന് പറഞ്ഞൊരു ത്രില്ലാണ് അത്. അത് ത്രില്ല. അത് അതെന്റെ സമയം കഴിഞ്ഞു പിള്ളേരെ ആടട്ടെ. എന്തിനാണ് ഈ ഓണപ്പൂവൊക്കെ ഇടണം? അവന്റെ ഷർട്ട് ഊരി ഇട്ടാ മതി ആർന്നല്ലോ. എന്താ അച്ഛാ ഞാൻ സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ടാക്കി, പരിപ്പുണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി, പച്ചടി, അവിയല്, പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഊണ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ചേട്ടൻ വരുന്നുണ്ടോ? ഊണ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. എന്തിനാണ് ഈ ഓണത്തിന് ഊണ് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോണേ? ഇവിടെ പിന്നെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണ്ടായോ? കാണണ്ട. ചേട്ടൻ മനസ്സിലേക്ക് വരണ്ട. ചേട്ടൻ ഇവിടെ പിന്നെ എന്തെടുക്കാൻ പോവാ? എടി ഈ ഓണത്തിന് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്ന് പോയേണ്ട ചേട്ടാ. ഞാൻ ബസ്സിൽ പോയിട്ട് വരാം. ബസ്സിൽ കയറുന്നത് കൊള്ളാം, പക്ഷെ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞു പുറകിൽ ആളുണ്ടെന്ന് പറയണം. ചേട്ടൻ പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാനങ്ങനെ കുറെ ആളുണ്ടെന്ന്. അതാണ് ട്രിക്ക്. ഇല്ലെങ്കിൽ ഇവരൊക്കെ തിരക്കാന്ന് പറഞ്ഞിട്ട് കയ്യെ കയറി പിടിക്കുന്നു. എന്തുവാ ചേട്ടാ ഈ പറയുന്നത്? ഞാൻ ടിക്കറ്റ് എടുക്കാതെ ഒന്നും ബസ് യാത്ര ചെയ്യത്തില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ഗൂഗിൾ പേ ചെയ്താൽ മതി. ഗൂഗിൾ പേയോ? അങ്ങനെ ആകുമ്പോ എന്റെ നമ്പർ എല്ലാം അവർക്ക് കിട്ടത്തില്ലയോ? എന്നാലും നിന്റെ കയ്യിൽ പിടിക്കില്ലല്ലോ. എന്നാ മണ്ടത്തരാണോ നീ പറയണത്? എടാ ഈ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ ഇത് ഡ്രൈവർക്ക് കൊടുക്കും. ഡ്രൈവർ അത് കിളിക്ക് കൊടുക്കും. കിളി അത് ഏതെങ്കിലും കമ്പറ്റീഷനായിട്ട് ഇരിക്കുന്നവർ കൊടുക്കും. അവൻ അത് പിറ്റേ എഴുതി വെക്കും. നാട്ടുകാർ മുഴുവൻ രാത്രിക്ക് തച്ചിരുന്ന് വിളിക്കും. ഇവക്ക് സ്വസ്ഥതയും കിട്ടും. എന്നാലും കയ്യെ പിടിക്കില്ലല്ലോ. എന്റെ പൊന്നേട്ടാ ഞാൻ വീട്ടിൽ പോകുന്നില്ല. പോണ്ട, അങ്ങനെ പറ. അതാണ് തറവാടി. നിന്ന് ഇവിടെ കഴിയാം. അല്ലാതെ